മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന ചിത്രം 14-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സിനിമ മികച്ച രീതിയിൽ ബുക്കിങ്ങും കാര്യങ്ങളുമായി പ്രീസെയിലുമായി കുതിച്ചുയരുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കളക്ഷനും അതേപോലെ ഇന്നത്തെ പ്രീസെയിലും കാര്യങ്ങളുമാണ് പറഞ്ഞു വരുന്നത്. സിനിമയ്ക്ക് ആദ്യ ദിനം 5 കോടി 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ രണ്ടാം ദിനം 7 കോടിയും, മൂന്നാം ദിവസം 8 കോടി 20 ലക്ഷം രൂപയും, നാലാം ദിവസം 6 കോടി 85 ലക്ഷം രൂപയും, അഞ്ചാം ദിനം 6 കോടി 50 ലക്ഷം രൂപയും, ഏഴാം ദിനം 6 കോടി 80 ലക്ഷം രൂപയും, എട്ടാം ദിനം 5 കോടി 60 ലക്ഷം രൂപയും, ഒമ്പതാം ദിനം 6 കോടി 35 ലക്ഷം രൂപയും, പത്താം ദിനം 7 കോടി 40 എത്തുകയും 11-ാം ദിനം 5 കോടി 20 വരികയും ചെയ്തു. 12-ാം ദിനം 4 കോടി 70 ലക്ഷം രൂപയോളമാണ് സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയത്. അതായത് 12 ദിനം കൊണ്ട് 76 കോടിയാണ് സിനിമ നേടിയെങ്കിൽ 13-ാം ദിനം ചെറിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഏറെക്കുറെ നമുക്ക് പറയാം 4 കോടിക്ക് മുകളിലേക്കുള്ള ആ ഒരു റേഞ്ചിലേക്ക് തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണേലും വീണ്ടും ഒരു ദിവസം കൂടെ 5 കോടിക്ക് താഴേക്ക് എത്തിയിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ സിനിമ 13 ദിവസം കൊണ്ട് 80 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വെറും 9.5 കോടി കൂടി ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമ എത്തും എന്നുള്ളതാണ്. അതായത് കൂടി വന്നാൽ നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ 3-ാം ദിനം നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ശനിയാഴ്ചയോടെ കൂടി തന്നെ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആർക്കെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ അത് കമൻസിലൂടെ ഒന്ന് പറയാം. തെലുങ്കിൽ നിന്ന് മാത്രം സിനിമ 2 കോടി 60 ലക്ഷം രൂപ നേടിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുമൊക്കെ 13 കോടിക്ക് മുകളിലാണ് സിനിമ 10 ദിവസം കൊണ്ട് നേടിയത്. ഇപ്പോൾ 15 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അതായത് ഓവർസീസിൽ നിന്നും 80 കോടിയും കഴിഞ്ഞ് നടക്കുന്ന സിനിമ 180 കോടിക്ക് മുകളിലേക്കുള്ള ആ ഒരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 200 എന്നുള്ളതാണ്. ഇനി സിനിമയുടെ അഡ്വാൻസ് കളക്ഷൻ നമുക്ക് നോക്കാം. 8-ാം തീയതി, അതായത് ഇന്നത്തെ ആ ഒരു വർക്കിംഗ് ഡേയിലുള്ള കളക്ഷൻ. ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ആദ്യമായി 1 ലക്ഷം ടിക്കറ്റ് വിറ്റുപോയി അല്ലെങ്കിൽ ട്രാക്കേഴ്സ് മുഖാന്തരം എന്നുള്ളത് പ്രീ സെയിലിൽ കുറഞ്ഞിരിക്കുന്ന ആദ്യ ദിനം എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ 14-ാം ദിനമാണ്. സാധാരണ നോക്കുമ്പോൾ ഒരു സിനിമ അതിൻ്റെ എൻഡ് റണ്ണിങ്ങിലേക്ക് പോകുന്ന സമയമാണ് ഇന്നത്തെ കാലത്ത്. ഇന്ന് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് 1 കോടി 40 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 150 ഷോകളിൽ നിന്ന് 6755ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 11,47,000 രൂപ വരികയും 14% ഒക്യുപ്പൻസിയാണ് വന്നത്. കൊല്ലത്ത് 90ഓളം ഷോകളിൽ നിന്ന് 7,000-ന് മുകളിൽ ആളുകൾ എടുത്തപ്പോൾ 11,45,000 രൂപ വന്നു, 27% ഒക്യുപ്പൻസിയിലും. പത്തനംതിട്ടയിൽ 35 ഷോകളിൽ നിന്ന് 2,000-ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ 3,40,000 രൂപ വന്നു, 24% ഒക്യുപ്പൻസി. ആലപ്പുഴ 77 ഷോകൾ 6,700-ന് മുകളിൽ ടിക്കറ്റ് വിറ്റപ്പോൾ 10,41,000 രൂപയോളം വന്നു, 29% ഒക്യുപ്പൻസി. കോട്ടയം 63 ഷോകൾ 6,800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി 10,30,000-ഓളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 34% ഒക്യുപ്പൻസി എന്നാണ് പറയാം. ഇടുക്കിയിൽ 30ഓളം ഷോകളിൽ നിന്ന് 2,412ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,83,000-ഓളം രൂപയാണ് ഗ്രോസായി വന്നത്. അത് 31% ഒക്യുപ്പൻസി. ഇനി നമുക്ക് നേരെ എറണാകുളത്തേക്ക് കടക്കാം. 228ഓളം ഷോകൾ 15,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി 27,80,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നു, 25% ഒക്യുപ്പൻസി. തൃശ്ശൂരിൽ 166ഓളം ഷോകളിൽ നിന്ന് 10,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 14 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതും 18% ഒക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത്. പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നത് 97 ഷോകളിൽ നിന്ന് 5,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 7 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്, 15% ഒക്യുപ്പൻസി ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ മലപ്പുറത്ത് 109ഓളം ഷോകളിൽ നിന്ന് 5,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6,80,000-ഓളം കിട്ടുകയും 18% ഒക്യുപ്പൻസി ആവുകയും ചെയ്തു. കോഴിക്കോട് 136 ഷോകളിൽ നിന്ന് 10,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 15,45,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്, 33% ഒക്യുപ്പൻസി. വയനാട് 26 ഷോകളിൽ നിന്ന് 1,800-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,50,000 രൂപയോളം വന്നു, 34% ഒക്യുപ്പൻസി. കണ്ണൂർ 125ഓളം ഷോകളിൽ നിന്ന് നേടിയിരിക്കുന്നത് 13 ലക്ഷം രൂപയോളമാണ്. 10,000-നടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോയി, 30% ഒക്യുപ്പൻസി. കാസർഗോഡ് 22ഓളം ഷോകൾ 1,300ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി 2,20,000-ഓളമാണ് കളക്ഷനായി വന്നത്, 25% ഒക്യുപ്പൻസി. മൊത്തം 1,300
54ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 90,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. അതായത് പ്രീ സെയിലാണ് പറയുന്നത്, അല്ലാതെ ഇന്നത്തെ കളക്ഷൻ അപ്ഡേറ്റുകളല്ല. പ്രീ സെയിലിൽ വന്ന കണക്കുകളാണ് എന്നാലോചിച്ചോളുക. അതായത് ഇന്നത്തെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 1,40,00,000 രൂപയാണ്. 23% ഒക്യുപ്പൻസി. എങ്ങനെ വന്നാലും സിനിമ 2.5 കോടി 3 കോടിക്ക് മുകളിലേക്ക് കയറും ഇന്ന് കളക്ഷൻ എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് 83 കോടിയിലേക്ക് സിനിമ ഏറ്റവും കുറഞ്ഞതെത്തും. ഒരുപക്ഷെ 83.5 കോടി വരെ എത്താനുള്ള ചാൻസുകളുമാണ്. പിന്നീട് ലഭിക്കാനുള്ളത് 6 കോടി. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചത്തേക്ക് സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കും. കാരണം അങ്ങനെയാണ് സിനിമയുടെ ഒരു പോക്ക്. പ്രത്യേകിച്ച് ശനി ഞായർ ദിനങ്ങളിൽ മികച്ച രീതിയിലുള്ള ഒക്യുപ്പൻസി നമ്മൾ കാണാറുണ്ട്. അത് വീണ്ടും തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വീണ്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് മലയാളത്തിലേക്ക് പിറക്കുന്നു, അതും മോഹൻലാലിൻ്റെ പേരിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.